ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോക്കിയ 2.4 അൺലോക്ക് ചെയ്യാനാണ്. ഇതിൽ ടെസ്റ്റ് പോയിന്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ നോർമലി റിക്കവറി മോഡ് വരത്തില്ല. കണ്ടല്ലോ, ലോക്കാണ്. അപ്പൊ കസ്റ്റമർ ലോക്ക് നമ്പർ മറന്നുപോയി. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യാൻ പോകുന്നു. ഇതിന്റെ CPU സൈഡിലേക്ക് ആയിട്ടാണ് എന്ത് വരുന്നത്, അതിന്റെ ടെസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ടെസ്റ്റ് പോയിന്റ് അടിച്ചിട്ട് ജമ്പർ ചെയ്തിട്ട് നമ്മൾ അൺലോക്ക് ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോ നോക്കാം. നമുക്ക് ചിപ്സെറ്റ് മീഡിയ ടെക്കാണ് വരുന്നത്. അപ്പോൾ ഇതിലൊന്നിൻ്റെ ടെസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞതേ ഒരു കമ്പോണൻ്റില്ല, ഒരു കപ്പാസിറ്റിയിലാണ് നമ്മൾ ഈ ടെസ്റ്റ് പോയിന്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഷീൽഡ് വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം ഫ്രണ്ട് പോവാതെയും നമ്മളെ ചിപ്സെറ്റിലേക്ക് കൊള്ളാതെയൊക്കെ സേഫായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ജമ്പർ ചെയ്യുന്നത് കൂടെ നോക്കാം. നമുക്ക് മോഡലൊന്ന് സെലക്ട് ചെയ്യാം. നോക്കിയ 2.4 ആണ് മോഡൽ. ഇതിൽ ആക്ച്വലി മുമ്പ് തന്നെ ഡ്രൈവർ ഇഷ്യൂ കാണിച്ചിരുന്നു. എന്നു വെച്ചാൽ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ആകുമ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ആവുന്ന ഇഷ്യൂ ഉണ്ട്. MTK ചിപ്സെറ്റിൻ്റെ ഇതിൽ ഇടയ്ക്ക് അങ്ങനെ വന്നിരുന്നു. ഞാനപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിൽ വർക്കായില്ലെങ്കിൽ നമുക്ക് ഡ്രൈവർ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നോക്കാം. കാരണം ഡ്രൈവർ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ. നോക്കാം. നമുക്ക് പോർട്ട് എടുത്തിട്ടുണ്ട്. EDL പോയിന്റ് ഷോർട്ട് ചെയ്തു, എന്നിട്ട് കൊടുത്തിട്ടും വന്നില്ല, ഫീൽഡായി. അപ്പോൾ നമുക്കിനി ഒന്ന് ഡ്രൈവറിൻ്റെ അപ്ഡേഷൻ ഒന്ന് നോക്കാം. ഡ്രൈവർ കറക്റ്റ് അല്ല എങ്കിൽ പിന്നെ നമുക്ക് ഒന്നും വർക്കാവത്തില്ല. ഞാൻ ഈ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് കംപ്ലൈൻറ്റ് വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടോട്ടലി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാം. ഈ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശ്രദ്ധാപൂർവ്വം നോക്കുക. നമുക്കിപ്പോൾ MTK ഇടത് വന്നിട്ട് ഇതിൽ മെൻഷൻ ആയിട്ടില്ല. ഒന്നുകൂടെ ഞാനൊന്ന് ഷോർട്ട് ചെയ്തു. EDL പോയിന്റ് ഷോർട്ട് ചെയ്തപ്പോൾ മെൻഷനായി. അപ്പോൾ ഞാനൊന്ന് ഇൻസ്റ്റാൾ കൊടുത്തിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഓക്കെ. ഞാനിതിനെ ഒന്ന് മിനിമൈസ് ചെയ്യുവാണ്. നമുക്കിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. മസ്റ്റായിട്ട് നമുക്ക് സക്സസ് ആവും. ഇപ്പോൾ ഡ്രൈവറിൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സക്സസ് ആവും. ഇപ്പം നമുക്ക് യൂസർ ഡാറ്റ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂസർ ഡാറ്റ ഫുള്ളി ഫോർമാറ്റിംഗ്, യൂസർ ഡാറ്റ സക്സസ് ആണ് സംഭവം. യൂസർ ഡാറ്റ ഫോർമാറ്റായി. ഓക്കെ, യൂസർ ഡാറ്റ ഫോർമാറ്റായി. നമുക്ക് FRP ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, FRPയും കൂടെ ഒന്ന് ബൈപ്പാസ് അടിക്കാം. സെയിം മെത്തേഡ് തന്നെ നമ്മൾ EDL പോയിന്റ് ഷോർട്ട് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ ഷോർട്ട് ചെയ്യുന്നു, വീണ്ടും കണക്ട് ചെയ്തിട്ട് FRP കൊടുക്കുന്നു. FRP കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, FRPയും കൂടെ ബൈപ്പാസ് ആവും. നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് FRP ഒന്ന് അടിക്കാം. ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഫോണിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, FRP ബൈപ്പാസിങ് ഓക്കെ, സക്സസ്. FRPയും സക്സസ് ആയിട്ടുണ്ട്. സംഭവം EDL പോയിന്റ് കണക്റ്റാക്കി കിട്ടിക്കഴിഞ്ഞാൽ വളരെ വളരെ എളുപ്പമാണ് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ചിപ്പിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട്, ചിപ്സെറ്റിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഹാൻഡ് സ്കില്ലുള്ളവർക്ക് എന്താ പറ്റത്തുള്ളൂ, ആ ഷീൽഡ് കറക്റ്റ് പ്രോപ്പർ അഴിക്കാനും ജമ്പർ ചെയ്യാനും കറക്റ്റേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് കസ്റ്റമർ വർക്കിംഗ് സെറ്റല്ലേ തരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ച് ചെയ്യണം, അത്രയ്ക്ക് നമുക്ക് എക്സ്പീരിയൻസ് വേണം. നമ്മുടെ ട്രെയിനിങ്ങിനുള്ള എല്ലാ പിള്ളേർക്കും ഉറപ്പായിട്ടും ഈ ഒരു സെറ്റപ്പൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്നതായിരിക്കും.